നമസ്കാരം. 2025 സെപ്റ്റംബർ 22 മുതൽ പുതിയ GST സ്ലാബിലുള്ള എക്സ് ഷോറൂം പ്രൈസ് ആയിരിക്കും എല്ലാ വാഹന നിർമ്മാതാക്കളും അപ്ലിക്കബിൾ ആക്കുന്നത്. എന്നാൽ അത് കാര്യമായിട്ട് ബാധിച്ചത് 2025 ഓഗസ്റ്റ് മാസത്തിലെ സെയിലാണ്. കാരണം 2025 ഓഗസ്റ്റിന് 15 തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി GSTയിൽ കാര്യമായിട്ടുള്ള കുറവ് വരും എന്നുള്ള രീതിക്കുള്ള പ്രസംഗങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഗസ്റ്റ് സെക്കൻഡ് ഹാഫ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് മാർക്കറ്റിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 ഓഗസ്റ്റ് മാസം ഏറ്റവും കൂടുതൽ വിറ്റ ഹാച്ച് ബാക്ക് വാഹനങ്ങളെ 1 മുതൽ 10 വരെ നമ്മൾ റാങ്ക് ചെയ്യുകയാണ്. ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഏറ്റവും നമ്പറുകൾ, അതായത് മൊത്തത്തിൽ പല വേരിയൻ്റും ഉണ്ടല്ലോ, ഈ എല്ലാ വേരിയൻറ്റും കൂടിയിട്ട് ഓരോ മോഡലുകളും എത്ര വിറ്റു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു റാങ്കിങ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. എൻജിൻ ബേയുടെ മറ്റൊരു വ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ലോഗും നമ്മുടെ ചെറിയ ചെറിയ കോണ്ടൻറ്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. 10ാമത്തെ സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത് മാരുതി സുസുക്കിയുടെ ഗ്ലോബൽ വാഹനം എന്നറിയപ്പെടുന്ന ഇഗ്നിസ് ആണ്. അപ്പോൾ ഇഗ്നിസിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ മാസമൊക്കെ ഇഗ്നിസ് 1500-അടുത്താണ് വിറ്റത്. കഴിഞ്ഞ മാസം എന്ന് പറയുമ്പോഴത്തേക്കും ഓഗസ്റ്റിന് മുമ്പുള്ള ജൂലൈ മാസത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. എന്നാൽ ഓഗസ്റ്റ് മാസത്തിൽ 2097 യൂണിറ്റുകളാണ് മൊത്തത്തിൽ ഇഗ്നിസ് വിറ്റത്. അപ്പോൾ ഇഗ്നിസ് ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഇഗ്നിസ് എന്ന് പറയുന്ന വാഹനത്തിൻ്റെ പ്രൊഡക്ഷനൊക്കെ കുറച്ച് കൊണ്ടുവരുന്നു എന്നുള്ള വാർത്തകളൊക്കെ നിലനിൽക്കുമ്പോൾ ഇപ്പോൾ ആ ഒരു വാഹനത്തിന് 2 എയർ ബാഗ് മാത്രമാണുള്ളത്. പെട്രോളിൽ മാത്രമാണ് ഈ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുള്ളത്. K12M എന്ന് പറയുന്ന വളരെ മികച്ച ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം പിന്തള്ളിയത് എസ്പ്രസോ, അത് മാത്രമല്ല സെലേറിയോ, ഇങ്ങനെയുള്ള വാഹനങ്ങളാണ്. അപ്പോൾ എസ്പ്രസോ 12ാമത്തെ സ്ഥാനത്താണ്. 1333 യൂണിറ്റുകൾ മാത്രമാണ് എസ്പ്രസോയ്ക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പെട്രോളിലും CNGയിലും ആ വാഹനം അവൈലബിൾ ആണ്. പിന്നെ അതിന് ശേഷം വന്നിട്ടുള്ളത് 11ാമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ള വാഹനം സെലേറിയോ ആണ്. സെലേറിയോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1505 യൂണിറ്റുകൾ ടോട്ടൽ വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 2 വാഹനങ്ങളെയും മറികടന്നുകൊണ്ട് 10ാം സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത് ഇഗ്നിസ് ആണ്. ഇനി 9ാമത്തെ സ്ഥാനത്ത് പ്രീമിയം ഹാച്ച് ബാക്ക് വാഹനം എന്ന് പറയുന്ന ആ ഒരു ടാഗ് ലൈനെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നൊരു വാഹനം തന്നെയാണ്. സ്റ്റൈലിഷാണ്, വളരെ മികച്ച വാഹനമാണ്. ഡീസൽ ഇല്ല എന്നുള്ളത് വലിയൊരു പോരായ്മയാണ്. ഡീസൽ ഉണ്ടെങ്കിൽ ഈ ഒരു വാഹനം കത്തിക്കേറിയേനെ. i20 ആണ് ഹ്യുണ്ടായുടെ i20. 3634 യൂണിറ്റുകൾ 2025 ഓഗസ്റ്റ് മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നൈറ്റ് എഡിഷൻ എന്ന് പറയുന്ന ഒരു വേരിയൻ്റൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. വളരെ ഭംഗിയാണ് കാണാനായിട്ടുള്ളത്. നമ്മൾ നോക്കുമ്പോഴത്തേക്കും പെട്രോളിൽ മാത്രമാണ് ഈ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി 8ാമത്തെ സ്ഥാനത്ത് ഹ്യുണ്ടായുടെ തന്നെ മറ്റൊരു വാഹനമാണ് i10 ആണ്. അപ്പോൾ i10 നിയോസ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും 3908 യൂണിറ്റുകൾ 2025 ഓഗസ്റ്റ് മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വാഹനവും പെട്രോളിലും CNGയിലും അവൈലബിൾ ആണ്. ഇത്തരം വാഹനങ്ങളുടെയൊക്കെ എക്സ് ഷോറൂം പ്രൈസ് ഞാൻ പറയാത്തത്, പുതിയ എക്സ് ഷോറൂം പ്രൈസ് 2025 സെപ്റ്റംബർ 22, അതായത് ഇന്ന് മുതലാണ് നിലവിൽ വരുന്നത്. ഇനി 7ാമത്തെ സ്ഥാനത്തേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീമിയം ഹാച്ച് ബാക്ക് വാഹനം എന്ന നാമം കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന മറ്റൊരു വാഹനമാണ് ടാറ്റയുടെ ആൾട്രോസ് ആണ്. പെട്രോളിൽ അവൈലബിൾ ആണ്, CNGയിൽ അവൈലബിൾ ആണ്, ഡീസലിൽ അവൈലബിൾ ആണ്. അതാണ് എടുത്തു പറയേണ്ടത്. ഈ ഒരു സെഗ്മെൻറ്റിൽ ഇപ്പോഴും ഡീസൽ എഞ്ചിൻ കാത്തു സൂക്ഷിക്കുന്ന ഒരു വാഹനം എന്ന് പറയുന്നത് ടാറ്റ മോട്ടോഴ്സിൻ്റെ ആൾട്രോസ് ആണ്. ഇനി ഈ ഒരു സാമ്പത്തിക വർഷം ഞാൻ പറയുന്നില്ല, 2026 ഫസ്റ്റ് ക്വാർട്ടറിൽ മിക്കവാറും ഇതിൻ്റെ ഒരു ഇലക്ട്രിക് വേർഷൻ വരാൻ പോകുന്നുണ്ട്. സസ്പെൻഷനിൽ കാര്യമായിട്ടുള്ള റീവർക്കുകളൊക്കെ നടത്തേണ്ടി വരും. അത് ഒരു കണക്കിന് നല്ലതാണ്, കാരണം കുറച്ചും കൂടെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഈ ഒരു വാഹനത്തിന് വേണം. നിലവിൽ 164 മില്ലിമീറ്ററിനടുത്താണ് ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. അതിനെ ഇലക്ട്രിഫൈ ചെയ്യുമ്പോഴത്തേക്കും കാര്യമായിട്ടുള്ള ചേഞ്ചുകൾ അവിടെ വരുത്തേണ്ടി വരും, കാരണം ബാറ്ററി പാക്ക് ഫ്ലോറിലാണ് വരുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും 2025 ഓഗസ്റ്റ് മാസം 3959 യൂണിറ്റുകൾ അവർക്ക് ടോട്ടൽ വിൽക്കാൻ കഴിഞ്ഞു. അതിൽ CNG ഉണ്ട്, പെട്രോൾ ഉണ്ട്, അതുമാത്രമല്ല ഡീസലുമുണ്ട്. ഇനി 6ാമത്തെ സ്ഥാനത്തേക്ക് ടൊയോട്ടയുടെ ഗ്ലാൻസയാണ്. നമുക്കറിയാം ബലീനോയുടെ റീബാഡ്ജ്ഡ് വേർഷൻ തന്നെയാണ് ടൊയോട്ടയുടെ ഗ്ലാൻസ എന്ന് പറയുന്നത്. 2025 ഓഗസ്റ്റ് മാസം 5102 യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പെട്രോളിലും CNGയിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. ഇനി 5ാമത്തെ സ്ഥാനത്തേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടാറ്റ മോട്ടോഴ്സിൻ്റെ ടിയാഗോയാണ്. ടിയാഗോയിൽ ഇലക്ട്രിക് ഉണ്ട്, പെട്രോളുണ്ട്, CNG ഉണ്ട്. ആ ഒരു 3 കാര്യങ്ങളും, അല്ലെങ്കിൽ 3 വേരിയൻറ്റ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ടോട്ടൽ നോക്കുമ്പോഴത്തേക്കും 5250 യൂണിറ്റുകൾ 2025 ഓഗസ്റ്റ് മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. CNGയുടെ കൂടെ AMG അവൈലബിൾ ആയിട്ടുള്ള ഒരേ ഒരു മോഡൽ ഈ ഒരു സെഗ്മെൻറ്റിൽ ടിയാഗോയാണ്. ഇനി നമ്മൾ 4ാമത്തെ സ്ഥാനത്തേക്ക് നോക്കുമ്പോഴത്തേക്കും ഓൾട്ടോ K10 ആണ്. സാധാരണക്കാരൻ്റെ സ്വപ്ന വാഹനം എന്ന് തന്നെ പറയാം. 5520 യൂണിറ്റുകൾ 2025 ഓഗസ്റ്റ് മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വാഹനവും CNGയിൽ അവൈലബിൾ ആണ്, പെട്രോളിലും അവൈലബിൾ ആണ്. മാരുതി സുസുക്കിക്ക് 2020 ശേഷം പെട്രോൾ വാഹനങ്ങൾ
മാറ്റങ്ങൾ മാത്രമാണുള്ളത്. അവരുടെ ആ ഒരു യൂണിവേഴ്സൽ എന്നൊക്കെ നമുക്ക് പറയാം, അല്ലെങ്കിൽ പാൻ ഇന്ത്യ ഫേവറേറ്റ് ആയിട്ടുള്ള 1.3 DDIS എഞ്ചിൻ ഉണ്ടായിരുന്നെങ്കിൽ നല്ല സെയിൽ കിട്ടിയേനെ. പക്ഷേ എമിഷൻ നോംസിൻ്റെ പ്രശ്നങ്ങൾ കാരണം ആ ഒരു എഞ്ചിൻ പിൻവലിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ സ്ഥാനത്തേക്കുള്ള വാഹനം മാരുതി സുസുക്കിയുടെ Z12E എന്ന് പറയുന്ന എഞ്ചിനുമായിട്ട് വന്ന് ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വാഹനമാണ് സ്വിഫ്റ്റാണ്. അപ്പോൾ സ്വിഫ്റ്റിൻ്റെ ആ ഒരു പ്രീമിയം നേച്ചറൊക്കെ നഷ്ടപ്പെട്ടു, അതിൽ ദുഃഖമുണ്ട്. എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോഴും സ്വിഫ്റ്റിന് ഒരു കൂട്ടം ആളുകളുടെ ഇടയിൽ ജനപ്രീതിയുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നാലാമത്തെ സ്ഥാനത്ത് വന്ന ഓൾട്ടോ K10-ന് 5520 യൂണിറ്റുകളാണ് ടോട്ടൽ 2025 ഓഗസ്റ്റ് മാസം വിൽക്കാൻ കഴിഞ്ഞതെങ്കിൽ വലിയൊരു കുതിച്ചുചാട്ടമാണ് സ്വിഫ്റ്റിൻ്റെ കേസിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും. 12385 യൂണിറ്റുകൾ 2025 ഓഗസ്റ്റ് മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോഴും സ്വിഫ്റ്റിന് ഒരു കൂട്ടം ആരാധകർ ഇന്ത്യൻ മാർക്കറ്റിലുണ്ട്. പെട്രോളിൽ അവൈലബിൾ ആണ്, CNGയിലും അവൈലബിൾ ആണ്. ഇനി രണ്ടാമത്തെ സ്ഥാനത്തേക്ക് മാരുതി സുസുക്കിയുടെ പ്രീമിയം ഹാച്ച് ബാക്ക് വാഹനം. ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ച് കുറവാണ്, പെയിൻ ക്വാളിറ്റി കുറച്ച് മോശമാണ്, എന്നാൽ പോലും മികച്ച എഞ്ചിനാണ്. K12N എന്ന് പറയുന്ന എഞ്ചിനാണ്. പക്ഷേ ഇഗ്നിസിലൊക്കെ കാണുന്നത് K12M എന്ന് പറയുന്ന എഞ്ചിനാണ്. K12N കുറച്ചും കൂടെ റിഫൈൻഡ് ആണ്, പക്ഷേ K12M എന്ന് പറയുന്നത് കുറച്ചും കൂടെ പെപ്പി ആയിട്ട് കൊണ്ടു നടക്കാൻ കഴിയുന്ന അത്തരത്തിലുള്ള വാഹനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു എഞ്ചിനായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. 12549 യൂണിറ്റുകളാണ് 2025 ഓഗസ്റ്റ് മാസം ബലീനോ മൊത്തത്തിൽ വിറ്റത്. CNGയിൽ അവൈലബിൾ ആണ്, പെട്രോളിൽ അവൈലബിൾ ആണ്. ഇനി ഒന്നാമത്തെ സ്ഥാനത്തേക്ക് വന്നിട്ടുള്ള വാഹനം മാരുതി സുസുക്കിയുടെ വാഗണാറാണ്. വാഗണാർ 1 ലിറ്ററിലും അവൈലബിൾ ആണ്, 1.2-ലും അവൈലബിൾ ആണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് കട്ട് വന്നതോടുകൂടി വളരെയധികം ആളുകൾ ഇനി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു വാഹനം എന്ന് പറയുന്നത് വാഗണാർ തന്നെയാണ്. അപ്പോൾ വാഗണാറിൻ്റെ മൊത്തത്തിലുള്ള സെയിൽ 2025 ഓഗസ്റ്റ് മാസം 14,552 യൂണിറ്റുകളാണ്. 3 വാഹനങ്ങളാണ് 10,000 യൂണിറ്റിന് മുകളിലേക്ക് സെയിൽ നമ്പർ കൊണ്ടെത്തിച്ചത്. അത് സ്വിഫ്റ്റും ബലീനോയും വാഗണാറുമാണ്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇനി അങ്ങോട്ട് നല്ല രീതിക്കുള്ള സെയിൽ കൂടും എന്നുള്ളതാണ്. കാരണം 2025 ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഈ ഒരു പ്രൈസ് റിവ്യൂ ചെയ്യും എന്ന് മാരുതി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നല്ല നല്ല ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് വേണ്ടി നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.